ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് എന്ന്? ഉത്തരം ആഗസ്റ്റ് 6, 1945. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേരെന്ത്? ഉത്തരം ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് എന്ന്? ഉത്തരം ആഗസ്റ്റ് 9. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേര്? ഉത്തരം ഫാറ്റ്മാൻ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികിരണത്തിൻ്റെ ഇരയായ ബാലിക സഡാക്കോ സുസൂക്കി എന്ന ബാലിക. ലോകത്താദ്യമായി അണുബോംബ് വർഷിച്ച യുദ്ധം? ഉത്തരം രണ്ടാം ലോകമഹായുദ്ധം. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിനുപയോഗിച്ച സ്ഫോടനാത്മകമായ വസ്തു ഏതാണ്? ഉത്തരം യുറേനിയം 235. ഹിരോഷിമയിൽ അണുബോംബ് വിക്ഷേപണത്തിന് ശേഷം ആദ്യം വിരിഞ്ഞ പുഷ്പം? ഉത്തരം ഒലിയ. ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം വിശാലമായ ദ്വീപ്. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. ജപ്പാനിലെ ഏത് ദ്വീപുകളുടെ തലസ്ഥാനമാണ് നാഗസാക്കി? ഉത്തരം ക്യൂഷു ദ്വീപുകൾ. 16-ാം നൂറ്റാണ്ടിൽ നാഗസാക്കി കണ്ടെത്തിയത് ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? തെറ്റാണ്. അണുബോംബ് നിർമ്മാണത്തിന് അമേരിക്ക നൽകിയിരിക്കുന്ന രഹസ്യ പേര് എന്താണ്? ഉത്തരം മാൻഹട്ടൻ പദ്ധതി. രണ്ടാം മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ഹിരാഹിറ്റോ. ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം? ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. ഹിരോഷിമ നാഗസാക്കി ആറ്റം ബോംബിങ്ങിനെ അതിജീവിച്ചവർ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഹിരോഷിമ നാഗസാക്കി ആറ്റം ബോംബിനെ അതിജീവിച്ചവർ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഹിരോഷിമ നഗരത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഹിരോഷിമ നഗരത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഉത്തരം ഒലെൻഡർ. ഉത്തരം ഹിബാക്കുഷ.